Hi all. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യമേ നമ്മൾ അതിൻ്റെ അൽഗോരിതത്തെക്കുറിച്ച് പറയുന്നു. അൽഗോരിതത്തിനകത്ത് ആദ്യം ഒരു സ്ട്രിങ്ങിനെ സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം സ്റ്റെപ്പ് 1 to 9 ഓഫ് ദ അൽഗോരിതം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്ട്രിങ്ങിനെ കീബോർഡിൽ കൂടെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് 1 to 9 ഓഫ് ദ അൽഗോരിതം. അത് ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുന്നു. എൻ്റർ ദ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതത്തിൽ നമ്മൾ പറയുന്നു. അതിനുശേഷം എന്താണ്, ഒരു ക്യാരക്ടർ കീബോർഡിൽ കൂടെ റീഡ് ചെയ്യുന്നു. ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ സെറ്റ് ടു 0. അതിനുശേഷം നമ്മൾ നിന്ന് റിപ്പീറ്റ് സ്റ്റെപ്പ് 6 through 8 വൈൽ CH നോട്ട് ഈക്വൽ ടു /n. എന്തുകൊണ്ടാണ് നമ്മൾ /n എന്ന് പറഞ്ഞ ന്യൂ ലൈൻ ക്യാരക്ടറാണ്. നമ്മളൊരു എൻ്റർ കീ ഞെക്കുമ്പോൾ എൻ്റർ കീ ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ന്യൂ ലൈൻ ക്യാരക്ടർ ആൻഡ് ലൈൻ ഫീഡ്. അപ്പോൾ ആദ്യമേ വരുന്നത് ന്യൂ ലൈൻ ക്യാരക്ടറാണ്. ആ ന്യൂ ലൈൻ ക്യാരക്ടർ അല്ല റീഡ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ഡൂയിങ് ദിസ്. ആദ്യമേ ഐയുടെ വാല്യൂ 0 ആണ്. str ഓഫ് i ഈസ് ഈക്വൽ ടു CH എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്ത ക്യാരക്ടർ str ഓഫ് 0യിൽ സ്റ്റോർ ചെയ്യും. പിന്നെ i ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യുന്നത് അത് CH സ്റ്റോർ ചെയ്യും. അപ്പോൾ പഴയ ക്യാരക്ടർ ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്യും. ആൻഡ് അഗെയിൻ ഗോ അപ്പ് ആൻഡ് റിപ്പീറ്റ് ദ സ്റ്റെപ്സ്. അത് \n ന്യൂ ലൈൻ ക്യാരക്ടർ അല്ലെങ്കിൽ അഗെയിൻ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും റീഡിങ് ആൻഡ് ക്യാരക്ടർ അറേ ത്രൂ കീബോർഡ്. അതൊരു സ്ട്രിങ് ആക്കാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 10ൽ ഒരു നൾ ക്യാരക്ടറും കൂടെ അപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് 9 വെളിയിൽ വരുമ്പോൾ ഐയുടെ വാല്യൂ എന്തായിരിക്കും? ഐ ഏതിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്? /n സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഐ ഓൾറെഡി ഒരു തവണ ഇൻക്രിമെൻ്റ് ചെയ്ത് കാണും. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ /n സ്റ്റോർ ചെയ്തിട്ടില്ല, പകരം അവിടെ നേരെ ഇൻക്രിമെൻ്റ് ചെയ്യാതെ തന്നെ നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് 1 to 10 ഓഫ് ദിസ് അൽഗോരിതം ഈസ് സെയിം ആസ് ദാറ്റ് ഡിസ്കസ്ഡ് ഇൻ സ്ട്രിങ് ഇൻപുട്ട് ഔട്ട്പുട്ട്. എൻ്റെ വീഡിയോയിൽ സ്ട്രിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെപ്പ് 1 to 10 ഓഫ് ദി അൽഗോരിതം നടക്കുന്നത്. സോ നമ്മളത് ഒന്ന് ഓൺലൈൻ GDB കമ്പൈലറിലൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അത്രയും പാർട്ട് നമ്മൾ ഓൺലൈൻ GDB കമ്പൈലർ ചെയ്ത് നോക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം എന്ന് പറഞ്ഞാൽ പ്രിന്റ് ഓഫ് എൻ്റർ എ സ്ട്രിങ്. എൻ്റർ എ സ്ട്രിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൊടുക്കുന്നു. അത് ന്യൂ ലൈൻ ക്യാരക്ടറായിട്ട് തന്നെ കൊടുക്കുന്നു. ഇവിടെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കുന്നു. സോ വിത്തിൻ 2 ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് ഐ എം ജസ്റ്റ് എൻ്ററിങ് എ സ്ട്രിങ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? CH is equal to read a character through keyboard. അപ്പോൾ ഒരു കീബോർഡിൽ കൂടെ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ നമ്മൾ getchar എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് അപ്പോൾ CH ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. അതാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. CH ഐ എം ഡിക്ലെയറിങ് CH ക്യാരക്ടർ CH. അപ്പോൾ getchar ഫംഗ്ഷൻ ഏതിനാണ്? ഇറ്റ് ബിലോങ്സ് ടു string.h. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. #include string.h കൊടുത്തു. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ തിങ്. ഇനി സ്റ്റെപ്പ് 3ൽ പറഞ്ഞിരിക്കുന്നത് CH is equal to getchar. ഞാൻ ഉപയോഗിക്കുന്നു CH is equal to get റീഡിങ് എ ക്യാരക്ടർ ത്രൂ കീബോർഡിന് നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറി ഫംഗ്ഷനാണ് getchar. അത് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ i is set to 0. i എന്ന് പറഞ്ഞ വേരിയബിൾ is set to 0. i എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം ആദ്യമേ. So I am declaring i as an integer variable and I am setting this value of i to 0. I is equal to 0. I am setting this value of i to 0. And again going back to step 5 of the algorithm, repeat step 6 through 8 while CH not equal to /n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? We can use while CH not equal to ന്യൂ ലൈൻ ക്യാരക്ടർ ഈസ് എ / ക്യാരക്ടർ കോൺസ്റ്റന്റ് ഇൻ C. അത് സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്തിട്ട് വേണം എഴുതാൻ. /n കൊടുത്തു. വൈൽ ലൂപ്പിനകത്ത് ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു? അതിനകത്ത് വരുന്ന കാര്യങ്ങൾ str ഓഫ് i ഈസ് ഈക്വൽ ടു CH. str എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. അത് ആദ്യമേ ഡിക്ലെയർ ചെയ്യുന്നു. കോമ ഞാൻ str അതിൻ്റെ സൈസ് ഒരു 25 കൊടുത്തു.
ഞാൻ പിന്നെ ഇതിനകത്ത് str of I is equal to ch എന്ന് പറഞ്ഞ സംഭവം ചെയ്തു. ഇനി അടുത്ത എന്താണ് അൽഗോരിതത്തിൽ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് I is equal to I plus 1. I ഒന്ന് കൂട്ടി I is equal to I plus 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നു ch is equal to get char. ch is equal to get char എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് that's all within the loop. അത് കഴിഞ്ഞ് end of the repeat of step 5. അപ്പോൾ അടുത്ത ക്യാരക്ടർ അതിനകത്ത് റീഡ് ചെയ്യും. ഫസ്റ്റ് ക്യാരക്ടർ റീഡ് ചെയ്തു, അത് സ്റ്റോർ ചെയ്തു. അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്തു, അത് അടുത്ത ക്യാരക്ടർ ന്യൂ ലൈൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് അഗെയിൻ I ഈസ് ഇൻക്രിമെൻറ്റഡ്. അപ്പോൾ ഈ ലൂപ്പിന് വെളിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? I ഏതിനെ പോയിന്റ് ചെയ്യും? I ലാസ്റ്റ് സ്റ്റോർ ചെയ്ത എലിമെൻറ്റിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ഐയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് നേരെ അതിനകത്ത് അതിനെ സ്ട്രിങ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരക്ടർ str of I is equal to null character അപ്പൻഡ് ചെയ്യുന്നു. /0 എന്ന് പറയുന്ന null character is appended at the end of the string. So step 1 to 10 of this algorithm നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 1 to 10 കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലോജിക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യമേ ഞാൻ ലെറ്റസ് അസ്യൂം ദാറ്റ് ഞാനൊരു സ്ട്രിങ് റീഡ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. str എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ഞാൻ അതിനകത്ത് ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്തതെന്ന് വിചാരിക്കുക. HELLO then followed by a null character. ഇതാണ് സ്ട്രിങ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും str of 0 എന്ന് പറഞ്ഞാൽ h ആണ്. എന്ന് പറഞ്ഞാൽ str of 1 ആണ്. ഫസ്റ്റ് L എന്ന് പറഞ്ഞാൽ str of 2 ആണ്. രണ്ടാമത്തെ L എന്ന് പറഞ്ഞാൽ str of 3 ആണ്. മൂന്നാമത്തെ L എന്ന് പറഞ്ഞാൽ str of 4 ആണ്. ലാസ്റ്റ് O എന്ന് പറയുന്നത് 0 1 2 3 4 എന്ന് പറഞ്ഞ str of O ആണ്. str of 5 എന്ന് പറയുന്നത് null character ആണ്. ഇതാണ് എൻ്റെ ഒരു സ്ട്രിങ് എന്ന് വിചാരിക്കുക. 0 1 2 3 4 5 മൊത്തം 5 ക്യാരക്ടേഴ്സാണ് നമ്മൾ ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ I ഏതിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്ന? ഐയുടെ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് സ്റ്റെപ്പ് 8 ഐയുടെ വാല്യൂ എന്തായിരിക്കും? I will be equal to this is equal to I is equal to 5 ആണ്. ഐയുടെ വാല്യൂ 5 ആയിരിക്കും. str length is equal to 5 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? str length എന്ന് പറഞ്ഞ അടുത്ത വേരിയബിൾ അതിനകത്ത് ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ 5. അപ്പോൾ ഈ സ്റ്റെപ്പ് ലെവലിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? I will be pointing to the null character സ്റ്റോർ ചെയ്ത അതിലാണ് കാണുന്നത്. ഐയുടെ വാല്യൂ 5 ആയിരിക്കും. 0 1 2 3 4 5. str ലെങ്തിൽ ആദ്യമേ I സ്റ്റോർ ചെയ്യുന്നു. പിന്നെ str ലെങ്ത് is equal to str ലെങ്ത് -1 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഒന്ന് കുറയുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആകുന്നു. So now it becomes 4. The value of I now becomes 4. str ലെങ്തിൻ്റെ വാല്യൂ 4 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി സെറ്റ് I is equal to 0. ഐയുടെ വാല്യൂ നേരത്തെ 5 ആയിരുന്നു. I is now set to 0. ഇനി റിപ്പീറ്റ് സ്റ്റെപ്സ് 15 through 17 while str length is greater than or equal to 0. str ലെങ്തിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരുന്നതിന് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ യൂസ് അനദർ വേരിയബിൾ str reverse. So that I will write it in the next page. str reverse എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്താണ് നമ്മൾ str reverse എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്താണ് റിവേഴ്സ് ചെയ്ത സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ str ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ട്രൂ ആണ്. str റിവേഴ്സ് ഓഫ് ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോഴെന്ത് സംഭവിക്കുന്നു? str റിവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ലൊക്കേഷൻ. ഇതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യും? ഇറ്റ് വിൽ സ്റ്റോർ str ഓഫ് str ലെങ്ത്.
str എന്ന് പറഞ്ഞത് this is the string, str ലെങ്തിൻ്റെ വാല്യൂ 4 ആണ്, str of 4 എന്ന് പറഞ്ഞാൽ എന്താണ്, o ആണ്. o gets stored in str reverse of I. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, o gets stored here. ഇനി I is equal to I plus 1, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ ഓഫ് I നൗ ബിക്കംസ് 0യിൽ നിന്ന് അത് 1 മാറി. ഓക്കെ, അടുത്തത് str ലെങ്ത് is equal to str ലെങ്ത് മൈനസ് 1. അപ്പോൾ എന്ത് സംഭവിച്ചു, str ലെങ്തിൻ്റെ വാല്യൂ 3 മാറി. എന്ന് പറഞ്ഞാൽ str ലെങ്ത് ആദ്യമേ ഇതിനെയാണ് പോയിന്റ് ചെയ്തത്, അത് കഴിഞ്ഞ് അടുത്ത അങ്ങേ അറ്റം മുതൽ ഇങ്ങോട്ട് 1 by 1 ആയിട്ട് എടുക്കുകയാണ്. str ലെങ്ത് ഇവിടെ വന്നു നിന്നു. നൗ str ഓഫ് str ലെങ്തിൻ്റെ എന്തായിരിക്കും വാല്യൂ, ദാറ്റ് വിൽ ബി L. ഓക്കെ, ഇനി ഗോ അപ്പ് and check whether str length greater than 0, 3 greater than or equal to 0, the condition true ആണ്. str reverse of I, ഐയുടെ വാല്യൂ 1 ആണ്. str reverse of I എന്ന് പറയുന്നത് എന്താണ്, str reverse of 0 അതിനകത്ത് ദാറ്റ് ഇസ് 1 ഓഫ് 1, അതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ str of str length. str length എന്ന് പറഞ്ഞാൽ 3 ആണ്. str of 3 എന്ന് പറഞ്ഞാൽ എന്താണ്, L ആണ്. സോ L gets stored here. So you can see L gets stored here. Again go back. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു, set str length is I is equal to I plus 1, ഐയുടെ വാല്യൂ 2 മാറി. ഐയുടെ വാല്യൂ 2 മാറി. കൂടാതെ str ലെങ്ത് ഒന്ന് കുറഞ്ഞു വരുന്നു. str ലെങ്ത് ഏതിനെ പോയിന്റ് ചെയ്യുന്നു, ഹലോയുടെ ആദ്യത്തെ എല്ലിനെ ഇൻഡെക്സിനെയാണ് str ലെങ്ത് പോയിന്റ് ചെയ്യുന്നത്. സോ str ലെങ്തിൻ്റെ വാല്യൂ 3ൽ നിന്ന് 2 മാറും. സോ നൗ ഇറ്റ് ബിക്കംസ് 2. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, go up str length greater than or equal to 0, 2 greater than or equal to 0 ശരിയാണ്, കണ്ടീഷൻ ട്രൂ ആണ്. str reverse of I എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, യു ക്യാൻ സീ ദാറ്റ് str ഐയുടെ വാല്യൂ 2 ആണ്. str reverse of 2 അതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു, സ്റ്റോർസ് str of str length. str of str length എന്ന് പറഞ്ഞ str length now points to 2, that is L. so str of str length എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ L of the ഹലോയുടെ ആണ്. so you can see in the next step L gets stored. go back again, I is incremented and str length is decremented. so the value of I is now becomes 3. str length is decremented, now it becomes 1. okay, ഇനി again go up and check whether str length greater than or equal to 0, 1 greater than or equal to 0, condition true ആണ്. str reverse of I എന്ന് പറഞ്ഞാൽ എന്താണ്, that is you can see ഐയുടെ വാല്യൂ 3 ആണ്. str reverse of I എന്ന് പറഞ്ഞാൽ str reverse of 3 അതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു, E എന്ന് പറഞ്ഞാൽ എന്താണ്, str of, that is str of I, str of str length. str ലെങ്തിൻ്റെ വാല്യൂ ഇപ്പോൾ 0.2 E ആണ്, 1 ആണ്. str of str length എന്ന് പറഞ്ഞാൽ str of 1, that is E gets stored in str reverse of 3. okay, then I is incremented by 1, I will becomes 4.
str length is decremented by 1, it becomes 0. Again go up and check str length greater than or equal to 0. Greater than condition false aanu, but equal to condition true aanu. So this is again true. str reverse of I ennu paranjal endu sambhavikkum? That is nothing but str reverse of I യുടെ value 4i. You can see the value of I is 4. The value of I is 4. str reverse of 4 nathu endu store chedu? str of str length, that is h. str length inde value 0 aanu. So you can see that h gets stored in str of 4. Now I is incremented by 1 and str length is decremented by 1. So you can see that I will becomes 5. I is equal to I plus 1. So I will becomes 5. str length is decremented by 1 and now it becomes -1. Again go up, str length greater than or equal to 0 എന്ന് പറഞ്ഞ condition false ആണ്. So it comes to step number 19. അപ്പോൾ it skips step number 15 through 17 and come to step number 19. അതിനകത്ത് ഐയുടെ വാല്യൂ 5 ആണ്. str reverse of 5നകത്ത് ഒരു \0. str reverse ഐയുടെ വാല്യൂ 5 ആണ്. ദാറ്റ് ഈസ് അതിനകത്ത് എന്ത് ചെയ്യുന്നു? യു വിൽ സ്റ്റോർ എ നൾ ക്യാരക്ടർ. യു ക്യാൻ സി എ നൾ ക്യാരക്ടർ ഈസ് appended at the end of the string. Okay, so that this character array will become a string. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടി? യു ഗോട്ട് ദ റിവേഴ്സ് ഓഫ് ദിസ് നമ്പർ. ഈ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത സ്ട്രിങ് ഇതിനകത്ത് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? അത് കഴിഞ്ഞ് പ്രിന്റ് ദ ഒറിജിനൽ സ്ട്രിങ്. ഒറിജിനൽ സ്ട്രിങ് str-ലുണ്ട്, റിവേഴ്സ്ഡ് സ്ട്രിങ് str റിവേഴ്സിലുണ്ട്. അത് രണ്ടും പ്രിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒറിജിനൽ സ്ട്രിങ് str-ൽ പ്രിന്റ് ചെയ്യുന്നു, ദ റിവേഴ്സ് സ്ട്രിങ് ഈസ് str റിവേഴ്സിൽ പ്രിന്റ് ചെയ്യുന്നു. സ്റ്റോപ്പ്. Print str reverse and stop. So the same step is repeated again and again. So I think there is an error here. So we can remove this part. Again it is coming. Okay, so this is the algorithm for reversing the number. Let us try to code the remaining part of this algorithm. നമ്മൾ ആദ്യമേ റീഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്തത്. ഇനി അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 11 നമുക്ക് കോഡ് ചെയ്ത് നോക്കാം. So again coming, str length എന്ന് പറഞ്ഞാൽ എന്താണ്? That is a variable that have to be declared. അപ്പോൾ str length എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഇൻറ്റിജർ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, കോമ str length ഡിക്ലെയർ ചെയ്തു. സ്ട്രൈറ്റ് അവേ ഞാൻ str length is equal to I എന്ന് പറഞ്ഞ സംഭവം ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? str length is equal to str length minus 1. സോ ആ സ്റ്റെപ്പ് ഞാൻ കോഡ് ചെയ്യുന്നു. str length is equal to str length minus 1. So str length is equal to str length minus 1. Then again I am resetting I to 0. I is again reset to 0. I is equal to 0. Then repeat steps 15 through 17 while str length greater than 0. So while str length greater than or equal to 0, do the following steps. I am just writing a opening brace and closing brace for a while loop. So step number 15 is str reverse of I is equal to str of str length. str reverse എന്ന് പറഞ്ഞ സ്ട്രിങ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. That have to be declared. str reverse of 25. I'm just declaring. So str reverse of I is equal to str
of str length length gth, that is str reverse of I is equal to str of str length. What is the next step of this algorithm? I is equal to I plus 1. I is equal to I plus 1. str length is equal to str length is equal to str length len gth minus 1. That is the thing, and that is the end of that particular loop. After exiting the loop, what I am going to do is that str of I, str reverse of I is equal to null character. I am just appending. Sorry, that's an error. Str reverse of I is equal to null character equal to /0. A null character is appended at the end of this reversed string after coming out of this while loop. Okay, so, and then you have to print the original string. Printf. The original string is you can put the %s comma str is the original string. So you can put this in new by putting some new line character /n/n. Okay, the original string is you can write like this. Printf. You can write the reversed string /n. So within that, the reversed string is you can write it. The reversed you can the reversed string is then space, that is %s comma str reverse. So that is the thing. I'm just putting this thing also as made capital. So this is the program. Let us try to run this program and see how it works. I have to select the language as C language. So enter a string. I'm just putting hello. The reversed string, you are getting the reverse of this. So the logic I have already been explained. So you can able to check this working of this program by using the GDB compiler that I am giving you as an assignment. So you can check the working of this function of this particular program by using an online GDB debugger to clearly explain how exactly it will work. So thank you all of you for patiently watching this video. In the next video, we shall discuss about another string related problem solving using string, that is checking whether a string is a palindrome or not. That problem we will discuss thoroughly in the coming video. Thank you all of you for patiently watching this.